മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ് ഭാഗവതം ദ്വാദശസ്കന്ധം ദ്വാദശോധ്യായ. ഈ 12-ാമത്തെ അധ്യായം പ്രഥമസ്കന്ധം തൊട്ടുള്ള ഭാഗവതത്തിലെ പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങളുടെയൊക്കെ ഒരു സംഗ്രഹമാണെന്നാണ് പറയാറ്. അതുകൊണ്ട് ഇത് കേട്ടാൽ, ഈ ഒരു അധ്യായം കേട്ടാൽ തന്നെ ഭാഗവതം മുഴുവൻ കേട്ട ഫലമാണെന്നൊക്കെ ധരിച്ചുകൊണ്ട് സപ്താഹത്തിന് ഒടുവിലത്തെ ദിവസം 12-ാം അധ്യായം കേൾക്കാൻ വേണ്ടി മാത്രമായിട്ട് ഭക്തന്മാർ വരാറുണ്ട്. അത് എത്രത്തോളം അല്ല, അതൊരു അർത്ഥവാദം മാത്രമാണ്. കാരണം ഈ 7 ദിവസം കേൾക്കുന്ന സമയത്ത് എന്തെങ്കിലും കാരണത്താൽ ചില മണിക്കൂറുകളോ ചില മിനിറ്റുകളോ നമുക്ക് വിട്ടുപോകേണ്ടി വന്നു വെച്ചാൽ ആ ഭാഗങ്ങളെ ഒന്ന് പൂരിപ്പിക്കാനും ഒന്ന് സ്മരിക്കാൻ വേണ്ടി മാത്രം നോക്കുക, അനുസ്മരിക്കാന്നല്ലാണ്ട് ഇത് കേട്ടാൽ ഭാഗവതം മുഴുവൻ കേട്ട ഫലമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ശരിയാണ് തോന്നില്ല. എങ്കിലും പക്ഷെ നമ്മൾ ഏതുണ്ടല്ലോ ഒരു പാഠം മുഴുവൻ പഠിച്ചു കഴിഞ്ഞു വെച്ചാൽ അതൊന്ന് റിവൈസ് ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ മാത്രം അങ്ങനെ ഓർമ്മിക്കുക. ആ രീതിയിൽ മാത്രമേ ഇതിനെടുത്താൽ മതി. ഏതായാലും സൂതൗവാച നമോ ധർമായ മഹതേ നമഃ കൃഷ്ണായ വേദസേ ബ്രാഹ്മണേഭ്യോ നമസ്കൃത്യ ധർമ്മൻ വക്ഷ്യേ സനാതനൻ. ആ മഹത്തായ ധർമ്മത്തിനായിക്കൊണ്ട് നമസ്കാരം. പിന്നെയോ ആ ലോകത്തിൻ്റെ കർത്താവായിട്ടുള്ള കൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം. ബ്രാഹ്മണന്മാരെയും നമസ്കരിച്ചുകൊണ്ട് ഈ സനാതന ധർമ്മങ്ങളെ ഞാനിതാ പറയാൻ പോകുന്നു ആണ് സൂതം. എന്താണ് ഈ സനാതന ധർമ്മങ്ങൾ? വേദോക്തങ്ങളായിട്ടുള്ള ആ അതിൽ ധർമ്മങ്ങൾ ഭാഗവതത്തിൽ പറഞ്ഞാൽ അതന്നെയാണ് സനാതന ധർമ്മങ്ങൾ. അതിനെ പറയാൻ പോവാണ്. ഏതദ്വ കഥിതം വിപ്രാ വിഷ്ണോശ്ചരിതം അത്ഭുതം ഭവൽഭിര്യതഹം പൃഷ്ടോ നരാണാം പുരുഷോചിതം. ഏ ബ്രാഹ്മണരെ, നോക്കൂ, ഭഗവാന്മാരെ ഇങ്ങനെ ഞാൻ എന്നോട് എന്തൊക്കെ ചോദിച്ചുവോ അതിനൊക്കെ ഉത്തരമായിട്ട് മനുഷ്യർക്ക് ഇതിൽ പുരുഷോചിതാം മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞു വെച്ചാൽ ഏറ്റവും അത്ഭുതമായിട്ടുള്ള ആ ഭഗവാന്റെ ഈ ചരിത്രം അങ്ങക്ക് ഭഗവാന്മാർക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു പറയുകയാണ്. അതായത് എന്താണ്, മനുഷ്യന്മാർക്ക് ഏറ്റവും കേൾപ്പാൻ യോഗ്യമുള്ളതാണ്, ആശ്ചര്യജനകമായിട്ടുള്ളതാണ് ഭഗവാന്റെ ഈ ചരിത്രം. ഇത് ഞാൻ അങ്ങക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു, ആ ഭഗവാന്മാർക്ക് പറഞ്ഞു തന്നു. എങ്ങനെയാണ് ഇതിൽ ഓരോ അത്ര സങ്കീർത്തിത സാക്ഷാൽ സർവപാപഹരോ ഹരി നാരായണോ ഹൃഷീകേശോ ഭഗവാൻ സാത്വതമ്പതി. ഈ സംഹിതയിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും പാപങ്ങൾ നശിപ്പിക്കുന്നതിനായിട്ടുള്ള ഹരി സാക്ഷാൽ നാരായണൻ, ഇന്ദ്രിയങ്ങളുടെ അധീശനായിട്ടുള്ള ഋഷികേശൻ, അതുമാതിരി ഭക്തന്മാരുടെ രക്ഷകനായിട്ടുള്ള സത്വതമ്പതിയായിട്ടുള്ള ഭഗവാൻ ഓരോ അതിലെ ശ്ലോകത്തിലും കീർത്തിക്കപ്പെട്ടിരിക്കുകയാണ്. അത്ര ബ്രഹ്മപരം ഗുഹ്യം ജഗതപ്രഭവാപ്യയം ജ്ഞാനം ച തതുപാഖ്യാനം പ്രോക്തം വിജ്ഞാന സംയുതം. ഈ ഭാഗവത്തിലെ ഈ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായി ഏതിൽ ലയിക്കണോ അതുമാതിരി വേദത്തിൻ്റെ താല്പര്യത്തിന് വിഷയമായിരിക്കുന്ന ആ പരമാർത്ഥ സൂക്ഷ്മ വസ്തു ഏതാണ്, അതായത് ബ്രഹ്മം എന്നുള്ളത്, അതിനെയൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ ഇങ്ങനെ ഈ പരബ്രഹ്മം തന്നെയാണ് എല്ലാ സർവ്വ ആത്മാവായിട്ടിരിക്കുന്നതെന്നും അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം. അത് വിജ്ഞാന സഹിതം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിങ്ങനെ അറിഞ്ഞാൽ മാത്രം പോരാ, അത് അനുഭവിച്ചറിയണം. അതാണ് അപ്പോഴാണ് വിജ്ഞാനാവുള്ളൂ. അതിനെ സാധിപ്പിക്കാനുള്ള എല്ലാ സാധന സാമഗ്രികൾ എന്തെല്ലാമാണെന്നൊക്കെ ഈ സംഹിതയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുകയാണ്. അതുകൊണ്ട് വേദത്തിലെ യഥാർത്ഥത്തിലുള്ള ജ്ഞാനകാന്ഡം ഈ ഭാഗവത്തിൽ അടങ്ങിയിരിക്കുന്നു. ഭക്തിയോഗ സമാഖ്യാതോ വൈരാഗ്യം ച തദാശ്രയം പാരീക്ഷിതമുപാഖ്യാനം നാരദാഖ്യാനമേവ ച. എങ്ങനെയാണ് ആ ഭക്തിയോഗം, അതുമാതിരി അതിൻ്റെ വൈരാഗ്യം, ഭക്തിയോഗം ഉണ്ടാകുന്ന വൈരാഗ്യം, അതിന് ഉതകുന്നതായിട്ടുള്ള പരീക്ഷത്തിൻ്റെ ചരിത്രം. പിന്നെയോ ആ നാരദ ഭാഗത്തുള്ള ആഖ്യാനം, അതൊക്കെ വേണ്ട രീതിയിൽ ഇവിടെ പറയപ്പെട്ടിരിക്കണു.
അതായത് പരീക്ഷത്തിൻ്റെ കഥ പറയുന്നതിന് മുമ്പായിട്ട് നാരദനും വ്യാസനുമായുള്ള സംവാദം ഇത് രണ്ടും പറയുന്നത് അതൊക്കെ ഈ പ്രഥമ സ്കന്ധത്തിലെ വിഷയങ്ങളാണ് പറഞ്ഞത്. നാരദൻ്റെ ഉപദേശം കേട്ടിട്ടാണ് വ്യാസൻ ആദ്യമായിട്ട് ഭാഗവതം എഴുതാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് നാരദാഖ്യാനം എന്ന് പറഞ്ഞത്. പിന്നെയാണ് പരീക്ഷിതത്തിൻ്റെ കഥ പറയുന്നത്. പ്രായോപവേശോ രാജർഷേർ വിപ്രശാപാൽ പരീക്ഷിത ശുഗസ്യ ദൈവ ശുഗസ്യ ബ്രഹ്മഋഷഭസ്യ സംവാദശ്ച പരീക്ഷിത. ആ അത് ഇവിടെ എങ്ങനെയാണ് ആ പരീക്ഷത്തിന് ആ വിപ്രശാപം കാരണം ആ പ്രായോപവേശം ഉണ്ടായതും ആ സമയത്ത് സാക്ഷാൽ സുഖബ്രഹ്മർഷിയായിട്ടുള്ള ആ ഇതിൽ കാണാൻ സമാഗമവും അത് കഴിഞ്ഞിട്ട് അവർ തമ്മിലുള്ള സംവാദവും ഒക്കെ ഇവിടെ പറഞ്ഞു തന്നുണ്ട്. അത് പ്രഥമസ്കന്ധത്തിൽ തുടങ്ങി കേട്ടോ. യോഗധാരണയോൽക്രാന്തി സംവാദോ നാരദാദയോ അവതാരാനുഗീതം ച സർഗ പ്രാധാനികോഗ്രത. യോഗങ്ങളുടെ അംഗങ്ങളനുസരിച്ചുള്ള ഇത് അഷ്ടാംഗ യോഗത്തിൻ്റെ വിവരണത്തോടുകൂടി അതുവഴി എങ്ങനെയാണ് ഒരു ജീവൻ ആ ബ്രഹ്മത്തിനെ പ്രാപിക്കുക എന്നുള്ള ആ തത്വം എന്താണ് യോഗധാരണയോൽക്രാന്തി ആ ജീവന്റെ ഗതി. പിന്നെയോ അതിനുശേഷം ബ്രഹ്മാവും നാരദ മഹർഷിയും തമ്മിലുണ്ടായിട്ടുള്ള സംവാദം, അതിൽ അവതാരങ്ങളുടെയും ആ വിരാട് പുരുഷന്റെ ഉൽപ്പത്തിയൊക്കെ പറ്റിയിട്ട് പറയുന്നതായിട്ടുള്ള ആ സർഗത്തിന്റെ ലീലകൾ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ സ്കന്ധം. വിധിരോദ്ധവ സംവാദ ക്ഷത്രമൈത്രേയോസ്തത പുരാണ സംഹിതാ പ്രശ്നോ മഹാപുരുഷ സംസ്ഥിതി. അതിനുശേഷം വിതുരരും ഉദ്ധവരും തമ്മിലുണ്ടായിട്ടുള്ള സംഭാഷണം, അതിനുശേഷം വിതുരരും മൈത്രേയരും തമ്മിലുണ്ടായിട്ടുള്ള സംഭാഷണം. അതിൽ വെച്ച് ആ വിതുരൻ മൈത്രേയ മഹർഷിയോട് ആ പുരാണ സമയത്തിൽ സംഹിതയെ പറ്റിയുള്ള ചോദിച്ചതും പ്രളയത്തിൽ എങ്ങനെയാണ് ഈ മഹാപുരുഷനായിട്ടുള്ള ഭഗവാൻ വീണ്ടും വീണ്ടും അവതരിച്ചതെന്നൊക്കെ ആ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. തഥാ പ്രാകൃതിക സർഗ സപ്തവൈകൃതികശ്ചയേ തതോ ബ്രഹ്മാണ്ഡ സംഭൂതിർ വൈരാജ പുരുഷോ യഥാ. അതിനുശേഷം അതിൽ പ്രാകൃതികമായിട്ടുള്ള സ്വർഗം, അതായത് അതിൽ മൂലപ്രകൃതി, അതുമാതിരി മഹത്വത്വം, അഹങ്കാരങ്ങളുടെ രീതിയിലുള്ള ആ സത്വാദി ഗുണങ്ങളുടെ പ്രാകൃതികമായിട്ടുള്ള സർഗം. അത് കഴിഞ്ഞിട്ട് പിന്നെയോ വൈകൃതികമായിട്ടുള്ള ബ്രഹ്മാവ് ഈ തത്വങ്ങളെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സൃഷ്ടികളുണ്ടല്ലോ അതിനെല്ലാം വർണ്ണിച്ചു. പിന്നെയോ അതിൽ ബ്രഹ്മാണ്ടത്തിൻ്റെ ഇതിൽ തത്വങ്ങളെല്ലാം കൂടിയിട്ട് ഒരു ബ്രഹ്മാണ്ടമായിട്ട് മാറിയതും അതിൽ നിന്ന് വിരാട് പുരുഷൻ അവതരിച്ചതും എല്ലാം വിതുരൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് മൈത്രേയ മഹർഷി പറയണ്ടായി. കാലസ്യ സ്ഥൂല സൂക്ഷ്മസ്യ ഗതി പത്മസമുദ്ഭവ ഉഭവ ഉദ്ധരണേ അംബോധേർ ഹിരണ്യക്ഷപതോ യഥാ. സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലുള്ള കാലത്തിൻ്റെ ആ രൂപം എങ്ങനെയാണെന്നുള്ളത് അതുമാതിരി ആ ബ്രഹ്മാണ്ഡമായിട്ടുള്ള ആ താമര നിന്ന് എങ്ങനെയാണ് ഉണ്ടായത്, അതിൽ നിന്ന് ബ്രഹ്മാവ് ഉണ്ടായത്, അതുകൊണ്ട് അതിൽ നിന്ന് ആ പ്രപഞ്ചത്തിന് ഉണ്ടാക്കി ബ്രഹ്മാവ് ഉണ്ടാക്കിയുള്ള സൃഷ്ടി വിവരണം ഇതൊക്കെ തൃതീയ സ്കന്ധത്തിലെ വിഷയങ്ങളാണ്. പിന്നെയോ അതിൽ നിന്നും സമുദ്രത്തിൽ നിന്ന് ഭൂമിയുടെ ഉദ്ധരണത്തിന് വേണ്ടിയിട്ട് ആ ഭഗവാൻ വരാഹാവതാരം സ്വീകരിച്ചത്, അതിനുശേഷം ആ ഹിരണ്യാക്ഷനെ വധിച്ചത്. ഊർധ്വതിര്യകവാത്സർഗോ രുദ്രസർഗസ്ഥദൈവ അർദ്ധനാരീധരസ്യാദ യദ സ്വയംഭൂമനൂ. എങ്ങനെ 4 അതിൽ, അതായത് മേപ്പോട്ട് പോകുന്ന തരത്തിലുള്ള ഊർധ്വശ്രേതായിട്ടുള്ളത്, പിന്നെ തിര്യക്കുകളായിട്ടുള്ള അതുമാതിരി അർവാക്പേശികളായിട്ടുള്ള ഇങ്ങനെ പല തരത്തിലുള്ള സൃഷ്ടി വിലങ്ങത്തിലെ കീഴ്പോട്ടൊക്കെയുള്ള തരത്തിലുള്ള സൃഷ്ടികളുണ്ടല്ലോ അതുമാതിരി രുദ്രന്മാരെ പറ്റിയുള്ള സൃഷ്ടികൾ. പിന്നെ അർദ്ധനാരീനരൻ, അതായത് ആ ബ്രഹ്മാവ് തന്നെ 2ആയി ഭാവിച്ചിട്ട് സ്വയംഭൂമനും ശതരൂപാദേവിയായിട്ട് മാറിയിട്ടുള്ളതാ. ആ കഥകളൊക്കെ ഇവിടെ വർണ്ണിച്ചിട്ടുണ്ട്. ശതരൂപാച യാ സ്ത്രീണാമാദ്യാ പ്രകൃതിരുത്തമാ സന്താനോ ധർമ്മപത്നീനം കർദമസ്യ പ്രജാപതേ. ഇങ്ങനെ ആ സ്വയംഭൂമനുവിൻ്റെയും അതുമാതിരി ശതരൂപാദേവിയുടെയും ഉൽപ്പത്തി, ആ ധർമ്മപത്നിയായിട്ടുള്ള ശതരൂപയിൽ ഉണ്ടായിട്ടുള്ള പുത്രിമാര്, അതുമാതിരി കർദമ പ്രജാപതിയുടെ ജനനം, അവതാരോ ഭഗവത കപിലസ്യ മഹാത്മന ദേവഹൂത്യാശ്ച സംവാദ കപിലേന ച ധീമതാ. അതുമാതിരി ഈ കർദമ പ്രജാപതിക്ക് ദേവഹൂതിയിലെ ഭഗവാൻ കപില വാസുദേവനായിട്ട് അവതരിച്ചത് അദ്ദേഹം തൻ്റെ ദേവഹൂതിയായിട്ടുള്ള അമ്മയായിട്ടുള്ള ദേവഹൂതിയായിട്ട് ആ ഭഗവാൻ ചെയ്തുള്ള സംവാദം, അതായത് കപിലോപദേശം, ഇതൊക്കെ തൃതീയ സ്കന്ധത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. നവബ്രഹ്മ സമുൽപ്പത്തി
ദക്ഷയജ്ഞ വിനാശനം ധ്രുവസ്യ ചരിതം പശ്ചാൽ പൃഥോ പ്രാചീന ബർഹിഷ നാരദസ്യ ച സംവാദ തഥ പ്രയ്യമൃതം ദ്വിജാ നാഭേ തഥോനുചരിതം ഋഷഭസ്യ ഭരതസ്യ ച. മരീചി മുതലായിട്ടുള്ള 9 പ്രജാപതിമാരുടെ ആ ജനനം. അത് കഴിഞ്ഞിട്ടോ ദക്ഷയജ്ഞ ഇതിലെ ധ്വംസനം, ധ്രുവന്റെ ചരിതം, പൃഥുവിൻ്റെ ചരിതം. അതുമാതിരി പൃഥുവിൻ്റെ വംശത്തിൽ ആ പ്രാചീന ബർഹിസ് ഉണ്ടായത്, അദ്ദേഹവും നാരദ മഹർഷിയായിട്ടുണ്ടായിട്ടുള്ള സംവാദങ്ങൾ, ഇതൊക്കെ 4ാമത്തെ സ്കന്ധത്തിൽ. അത് കഴിഞ്ഞിട്ട് ആ പ്രാചീന ബർഹസിൻ്റെ പുത്രന്മാരായിട്ടുള്ള പ്രജേതസ്സുകളുടെ കഥ, ഇതൊക്കെ 4ാമത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നാരദ മഹർഷിയും പ്രിയംവ്രതനുമായിട്ടുള്ള സംഭാഷണം. അതുമാതിരി നാഭിയുടെ ചരിതം, നാഭിയുടെ പുത്രനായിട്ടുള്ള ഋഷഭദേവന്റെ ചരിതം, പിന്നെയോ ജഡഭരതന്റെ ചരിതം. തതോ ദ്വീപസമുദ്രാദ്രി വർഷനദ്യുപവർണ്ണനം ജ്യോതിചക്രസ്യ സംസ്ഥാനം പാതാള നരകസ്ഥിതി. പിന്നീട് സ്കന്ധത്തില് ഭൂലോകവർണ്ണന, അതിൽ ദ്വീപുകള്, സമുദ്രങ്ങള്, പർവ്വതങ്ങള്, വർഷങ്ങള്, നദികള്, ഇതിൻ്റെയൊക്കെ വിസ്തരിച്ചുള്ള വർണ്ണന. അതുമാതിരി ആ ഭൂമിയുടെ മീതുള്ള ലോകങ്ങൾ, ജ്യോതിചക്രങ്ങൾ, അതിൻ്റെയൊക്കെ ഇതില് വർണ്ണനങ്ങള്. പിന്നെയോ ഭൂമിയുടെ താഴെയുള്ള പാതാളം, പിന്നെ അതും അവസാനം നരകത്തിൻ്റെ തന്നെ വർണ്ണനം. ഇതൊക്കെ പഞ്ചമസ്കന്ധത്തിലുണ്ട്. ത്വാഷ്ട്രസ്യ ജന്മനിധനം പുത്രയോർ ദക്ഷജന്മ പ്രജേതോഭ്യ തൽപുത്രീണാം ച സന്തതി യതോ ദേവാസുരനരാ തിര്യങ്ങഖഗാദയാ. അതിൽ നിന്ന് ആ പ്രജേതസ്സുകളുടെ പുത്രനായിട്ടുള്ള ദക്ഷന്റെ പുത്രിമാരുടെ അവരുടെയൊക്കെ വംശങ്ങൾ, ദേവന്മാര്, അസുരന്മാര്, മനുഷ്യന്മാര്, തിര്യക്കുകള്, വൃക്ഷങ്ങൾ, ഇതൊക്കെ അതിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെയാണ് ഷഷ്ഠസ്കന്ധത്തില്. ഇവിടെ ഒന്ന് ഓർമ്മിക്കണം, ഇവിടെ ഷഷ്ഠസ്കന്ധത്തില് ആദ്യത്തിൽ അജാമിളോപാഖ്യാനുണ്ട്, അത് ഇവിടെ സ്മരിച്ചിട്ടില്ല. ത്വാഷ്ട്രസ്യ ജന്മനിധനം പുത്രയോശ്ച ദിദേർദ്വിജാം ദൈത്യേശ്വരസ്യ ചരിതം പ്രഹ്ലാദസ്യ മഹാത്മനാ. അതിനുശേഷം ത്വാഷ്ട്രൻ, അതായത് വൃത്രാസുരന്റെ ഉൽപ്പത്തി, മരണം, ഈ കഥകളൊക്കെ 6ാമത്തെ സ്കന്ധത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതുമാതിരി അതിൽ തന്നെ ദിതിയുടെ പുത്രന്മാരുടെ വർണ്ണന പറയുന്ന സമയത്ത് ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപുവിൻ്റെയൊക്കെ ചരിതം പറയും. പിന്നീട് 7ാമത്തെ സ്കന്ധത്തിൽ പ്രഹ്ലാദന്റെ ചരിതം വിസ്തരിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം മന്വന്തര അനുചരിതം, ഗജേന്ദ്രസ്യ വിമോക്ഷണം, മന്വന്തര അവതാരാശ്ച വിഷ്ണോർ ഹയശിരാദയാ. പിന്നീട് 8ാമത്തെ സ്കന്ധം മന്വന്തരങ്ങളുടെ ചരിത്രമാണ്. അതിൽ ഗജേന്ദ്രമോക്ഷം, അതുമാതിരി ഭഗവാന്റെ ഓരോ അവതാരങ്ങൾ. ഇവിടെ ഹയഗ്രീവാവതാരം കൂടി പറഞ്ഞിട്ടുണ്ട്. ഹയഗ്രീവാവതാരം യഥാർത്ഥത്തിൽ അഷ്ടമസ്കന്ധത്തിൽ അങ്ങനെ ഇല്ല, എങ്കിൽ ഇതിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം. ഹയശിരാദയാന്ന്. പിന്നെയോ കൗർമം മത്സ്യം നാരസിംഹം വാമനം ച ജഗൽ കൗർമം ധാന്വന്തരം മത്സ്യം വാമനം ച ജഗൽപദേ ക്ഷീരോദമദനം തദ്വത് അമൃതാർത്ഥേ ദിവൗകസം. ഭഗവാന്റെ കൂർമാവതാരം, അതുമാതിരി ധാന്വന്തിരിയായിട്ടുള്ള അവതാരം, മത്സ്യാവതാരം, നൃസിംഹാവതാരം, നാരസിംഹം എന്നുള്ളത് ഇതിനു മുമ്പിൽ സപ്തമത്തിലാണ് പറഞ്ഞിട്ടുള്ളത്, ഏതായാലും ഇവിടെ പറയണു. പിന്നെയോ വാമനാവതാരം, പിന്നെയോ പാലാഴിമഥനം. അതുമാതിരി എന്തിനു വേണ്ടിയിട്ട്? അമൃതാർത്ഥേതി വൗകസം, അമൃതം ലഭിക്കാൻ വേണ്ടിയിട്ട് പാലാഴി കടഞ്ഞത്. ഇതൊക്കെ വർണ്ണിക്കുന്നുണ്ട്. ദേവാസുര മഹായുദ്ധം രാജവംശാനുകീർത്തനം ഇക്ഷാകുജന്മതദ്വംശ സുദ്യുമ്നസ്യ മഹാത്മന ഇളോപാഖ്യാനമത്രോക്തം താരോപാഖ്യാനമേവ ച സൂര്യവംശാനുഗതനം ശശാദാദ്യാനൃഗാതയാ. അത് ഈ അഷ്ടമസ്കന്ധത്തിൽ ദേവന്മാരും അസുരന്മാരുമായിട്ടുള്ള യുദ്ധവും കൂടി വർണ്ണിക്കും. പിന്നീട് ആണ് ഈ നവമത്തിൽ എങ്ങനെയാണ് രാജവംശ ഈശാനുഗത എന്ന് പറഞ്ഞിട്ടുള്ള രാജവംശങ്ങളുടെ കഥയാണ് അതിൽ പറയുന്നത്. ഇക്ഷ്വാകു മഹാരാജാവിൻ്റെ ജനനം, അതുമാതിരി സ്വയംഭൂവിൻ്റെ മനുവിൻ്റെ പുത്രനായിട്ടുള്ള സുദ്യുമ്നൻ ഇളയേറ്റ് മാറിയുള്ള ആ കഥകളൊക്കെ പറയുന്നുണ്ട്. ഇളോപാഖ്യാനം അത്രോക്തം. പിന്നെയോ ആ താരയുടെ കഥ, അതായത് താരയിൽ നിന്നാണ് ആ ചന്ദ്രനിൽ നിന്ന് ബുധനുണ്ടായത്, അതാണ് ആ ചന്ദ്രവംശത്തിൻ്റെ തന്നെ. പിന്നെ സൂര്യവംശോൽപ്പത്തി, ശശാദൻ, നൃഗൻ മുതലായിട്ടുള്ള രാജാക്കന്മാരൊക്കെ കഥകൾ. സൗഗിന്യം ചാതശര്യാദേ കകുൽസ്തസ്യ ച ധീമതാം ഖട്വാംഗസ്യ ച മാന്ധാതു സൗബരേ സഹരസ്യ ച രാമസ്യ കൗസലേന്ദ്രസ്യ ചരിതം കിൽബിഷാവഹം നിമേരംഗപരിത്യാഗോ ജനകാനാം ച സംഭവ. ഈ നവമസ്കന്ധത്തിലെ ആ ശര്യാദി രാജാവിയും അദ്ദേഹത്തിന്റെ പുത്രിയായിട്ടുള്ള സുകന്യടിയും കഥ ഉണ്ട്.
ഖഗുൽസ്ഥൻ എന്ന് പേരായിട്ടുള്ള അതിലെ ഒരു സൂര്യവംശ രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥ, കട്വാങ്കൻ്റെ കഥ, മാന്താതാവിൻ്റെ കഥ, സോബരിയുടെ കഥ, സകിരന്മാരുടെ കഥ, പിന്നെയോ സാക്ഷാൽ കോസലേന്ദ്രനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ്റെ കഥകൾ എങ്ങനെയാണ് കിൽബിഷാപകം എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്നതാണ് ശ്രീരാമചന്ദ്രൻ്റെ കഥ. അത് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നിമി തൻ്റെ ശരീരം ത്യജിച്ചിട്ടുള്ള കഥ, പിന്നെയോ അത് നിമിയിൽ നിന്ന് ജനകന്മാർ എന്നുള്ള രാജവംശത്തിൻ്റെ ജനനം, അവരുടെ ചരിത്രം. രാമസ്യ ഭാർഗവേന്ദ്രസ്യ നക്ഷത്രകരണം ഭുവ ഐളസ്യ സോമവംശസ്യ യഥാതേർനഹുഷസ്യ ച. അതിനുശേഷം ഭഗവാൻ ഭൃഗുകുലത്തില് പരശുരാമൻ എന്നുള്ള പേരിലുണ്ടായിട്ട് ദുഷ്ടന്മാരായിട്ടുള്ള ക്ഷത്രിയന്മാരെയൊക്കെ വധിച്ചിട്ടുള്ള കഥ, പിന്നെയോ പുരൂരവസിൻ്റെ വംശത്തിൽ യയാതി, അതുമാതിരി നഹുഷൻ, ഇവരുടെയൊക്കെ ചരിത്രം. ദൗഷ്യന്തേർ ഭരതസ്യാവി ശന്തനോ തത്സുതസ്യ യയാതേർ ജ്യേഷ്ഠപുത്രസ്യ യഥോർ വംശോനുകീർത്തിത. ആ ദുഷ്യന്തൻ്റെ പുത്രനായിട്ടുള്ള ഭരതൻ, അതിനുശേഷം ശന്തനു, അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായിട്ടുള്ള ഭീഷ്മര്, പിന്നെയോ യയാതിര് തന്നെ ജ്യേഷ്ഠപുത്രനായിട്ടുള്ള യദു. ആ യദുവിൻ്റെ വംശം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വംശം മഹത്തായുള്ളതിൽ എത്ര യദുവിൻ്റെ വംശം വർണ്ണിക്കേണ്ട യദുവിൻ്റെ വംശത്തിൻ്റെ മഹത്വം എന്താണ്? എത്ര അവതീർണോ ഭഗവാൻ കൃഷ്ണാഖ്യോ ജഗദീശ്വര വസുദേവ ഗൃഹേ ജന്മ തറോ വൃദ്ധിശ്ച ഗോകുലേ. ആ യദുവംശത്തിൻ്റെ മഹത്വം എന്താണ്? സാക്ഷാൽ ഭഗവാൻ അവിടെ കൃഷ്ണനാക്കി ജനിച്ചു. ജഗദീശ്വരനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണനായിട്ട് അവതരിച്ചു എന്നുള്ളതാണ്. ഇവിടെ വസുദേവ ഗൃഹത്തിൽ എന്നിട്ടോ ഗോകുലത്തിലാണ് വളർന്നു വന്നത്. ഭഗവാന്റെ അവതാരം തൊട്ടുള്ള കഥകളൊക്കെ ദശമസ്കന്ധത്തിലാണ്. എങ്ങനെയാണ്? വസ്തസ്യ കർമ്മണ്യപാരാണി കീർത്തിരാന്യസുരദ്വിഷ പൂതനാസു പയപ്പാനം ശകടോച്ചാടനം ശിശോ. ഭഗവാൻ എന്തിനു വേണ്ടിയിട്ടാണ് അവതരിച്ചത്? ദുഷ്ടന്മാരായിട്ടുള്ള ആസുരന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഭഗവാന്റെ കഥകൾ അനന്തങ്ങളാണെന്ന് പറയുകയാണ്. അതിൽ പൂതനെ ഇല്ലേ പ്രാണവായുക്കളോട് കൂടിയിട്ട് ആ പൂതനയുടെ സ്ഥലം കുടിക്കുന്ന സമയത്ത് പ്രാണവായുക്കളെ കുടിച്ചിട്ട് പൂതനെ സംഹരിച്ചു. അതിനുശേഷം ശകടാസുരനെ വധിച്ചു. കുട്ടിയായിരിക്കുന്ന കാലത്ത് തന്നെ തൃണാവർത്തസ്യ നിഷ്പേഷ തഥൈവ ഭഗവത്സയോ ദേനുകസ്യ സഹഭ്രാതു പ്രളംബസ്യ ച സംശയ. അതിനുശേഷം തൃണാവർത്തൻ, ബകാസുരൻ, വത്സാസുരൻ, ധേനുകൻ, അവൻ്റെ സഹോദരനായിട്ടുള്ള പ്രളംബൻ, ഇവരെല്ലാം വധിച്ചു. സഹഭ്രാതു, അതായത് പ്രലംബൻ എന്ന് പറഞ്ഞാൽ ധേനുകനതല്ല, സഹഭ്രാതു എന്ന് പറഞ്ഞാൽ ഏട്ടനോട് കൂടേതാവാം അർത്ഥം. അല്ലാന്നുണ്ടെങ്കിലോ ഈ ധേനുകൻ്റെ ഒക്കെ ചങ്ങാതിമാരായിട്ട് കൊണ്ടത് അവരെ ആവാം ഈ ഭ്രാതു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത്. ഏതായാലും പ്രളംബൻ വേറെയാണ്. അവരെയൊക്കെ വധിച്ചു. ഗോപാനം ച പരിത്രാണം ദാവാഗ്നേ പരിസർപ്പത ദമനം കാളിയസ്യാഹേർ ബാഹേർ നന്ദമോക്ഷണം. ആ 4 ഭാഗത്തു നിന്നും ഒരേ സമയത്ത് കാട്ടുതീ വന്ന സമയത്ത് ആ ഗോപന്മാരെയൊക്കെ കാട്ടുതീയിൽ നിന്ന് ഭഗവാൻ രക്ഷിച്ച കഥ. അതുമാതിരിയോ കാളിയൻ്റെ ആ ദർപ്പം നശിപ്പിച്ചത്, പിന്നെയോ വലിയൊരു പെരുമ്പാമ്പ് വന്ന് നന്ദഗോപരി വന്ന് വിഴുങ്ങിയപ്പോൾ അദ്ദേഹത്തിനെ അതിൽ നിന്ന് രക്ഷിച്ചത്. പിന്നെയോ വ്രതജല്യാതു കന്യാനം എത്ര ദുഷ്ടോ അച്യുതോ വ്രതൈ പ്രസാദോ യജ്ഞപത്നീഭ്യോ വിപ്രാണാം ചാനുതാപനം. ഗോപകന്യകമാരുടെ ആ ഹേമന്തകാലത്തിലുള്ള വ്രതങ്ങൾ, അതിനെയൊക്കെ ഭഗവാൻ ചെന്ന് അവരെ അതിൽ അനുഗ്രഹിച്ചത്. യജ്ഞപത്നിമാർക്ക് ഭഗവാനോടുണ്ടായിട്ടുള്ള ആ ഭക്തി, അതനുസരിച്ചിട്ട് ഭഗവാൻ അവരെ അറിഞ്ഞുകൊണ്ട് അവരെയൊക്കെ അനുഗ്രഹിച്ചതും ആ വിപ്രാണാം ചാനുതാപനം, അവരുടെ ഭർത്താക്കന്മാരായിട്ടുണ്ടായിട്ടുള്ള കർമ്മണന്മാരായിട്ടുള്ള ബ്രാഹ്മണന്മാർക്കുണ്ടായിട്ടുള്ള പശ്ചാത്താപവും. ഗോവർദ്ധനോദ്ധാരണം ച ശക്രസ്യ സുരഭേരത യജ്ഞാഭിഷേകം കൃഷ്ണസ്യ ശ്രീഭി ക്രീഡാചരാത്രിഷു. ആ ഗോവർദ്ധന പർവ്വതത്തെ ആ ഒരു കൊടയായിട്ട് പിടിച്ച് ആ വ്രജത്തിനെ മുഴുവൻ ഇന്ദ്രന്റെ കോപത്തിൽ നിന്ന് ഭഗവാൻ രക്ഷിച്ച കഥ. അതിനുശേഷം ഇന്ദ്രനും അതുമാതിരി കാമധേനുവും വന്ന് ഭഗവാനെ ഗോവിന്ദനാമത്തിൽ അഭിഷേകം ചെയ്തത്. പിന്നെയോ ഗോപസ്ത്രീകളോട് കൂടിയിട്ട് രാത്രിയിൽ ഭഗവാൻ നടത്തിയിട്ടുള്ള രാസക്രീഡ. ശങ്കചൂടസ്യ ദുർബുദ്ധേർ വധോരിഷ്ടസ്യ കേശിന അക്രൂരാഗമനം പശ്ചാൽ പ്രസ്ഥാനം രാമകൃഷ്ണയോ. ആ ദുർബുദ്ധികളായിട്ടുള്ള ശങ്കചൂടൻ, അതുമാതിരി അരിഷ്ടൻ, കേശി, ഇവരെയൊക്കെ ഭഗവാൻ വധിച്ചു. ആ സമയത്തേക്ക് ആ കംസൻ പറഞ്ഞയച്ചിട്ട് അക്രൂരൻ ഗോകുലത്തിൽ വന്നു. ബലരാമനും കൃഷ്ണനെയും കൂട്ടിയിട്ട് അക്രൂരൻ മധുരാരാജ്യത്തിലേക്ക് പുറപ്പെട്ടു പോയി. വ്രജസ്ത്രീണാം വിലാപശ്ച മധുരാലോകനം തഥ ഗജമുഷ്ടിക ചാണൂര കംസാദീനാം ചയോവധ. ആ ഭഗവാന്റെ വേർപാട് നിമിത്തം ഗോപസ്ത്രീകൾ വാക്കുണ്ടായിട്ടുള്ള വളരെയധികം ഇതായിട്ടുള്ള ആ വിരഹദുഃഖം. അതിനുശേഷം ഭഗവാനും ബലരാമാദികളൊക്കെ കൂടിയിട്ട് മധുരാപട്ടണത്തിൽ പ്രവേശിച്ചു. ആ
മധുരാപട്ടണം നോക്കി നടന്ന് കണ്ടത് അതിലെ കൂലയാപീഠം എന്നുള്ള ആന, മുഷ്ടികൻ, ചാണൂരൻ തുടങ്ങിയുള്ള മല്ലന്മാരെയൊക്കെ വധിച്ചത്. അവസാനം കംസനെ തന്നെ വധിച്ചു. മൃതസ്യാനേനം സൂനോ പുനഃ സാന്ദീപനിർഗുരോ മധുരായം നിവസതാ യദുചക്രസ്യൽ പ്രിയം കൃതം ഉദ്ധവരാമാഭ്യം യുധേന ഹരിണാദ്വിജ ജരാതന്തസമാനീത സൈന്യസ്യ ബഹുശോവധാ. തന്റെ അതിൽ സാന്ദീപിനെ അടുത്ത് ചെന്നിട്ട് വിദ്യാഭ്യാസത്തിന് പോയി. അവിടെ ചെന്ന് ഗുരുദക്ഷിണയായിട്ട് അദ്ദേഹത്തിന് മരിച്ച പുത്രനെ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തു. പിന്നെയോ ഉദ്ധവരോടും ബലരാമനോടും കൂടി മധുരയിൽ വസിക്കുന്ന സമയത്ത് യദുക്കൾക്ക് എന്താണ് ആഗ്രഹിച്ച അതിനു വേണ്ടിയിട്ടുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തു. ജരാസന്ധൻ ശേഖരിച്ചു കൊണ്ടുവന്നുള്ള സൈന്യങ്ങളെയൊക്കെ പലവട്ടം ബഹുശോ വധ എന്നാണ് അനവധി തവണ അവരെയൊക്കെ സംഹരിച്ചു. ഘാതനം യവനേന്ദ്രസ്യ കുശസ്ഥല്യാനിവേശനം ആദാനം പാരിജാതസ്യ സുധർമായാസുരാലയ. അതിനുശേഷം മുചുകുന്ദ മഹാരാജാവിനെ കൊണ്ട് ആണ് യവനനെ വധിപ്പിച്ചു. പിന്നെയോ അതാണ് വധിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ മുചുകുന്ദനെ കൊണ്ട് വധിപ്പിച്ചു. പിന്നെയോ കുശസ്ഥലി ദ്വാരക എന്നുള്ള പട്ടണം നിർമ്മിച്ചു. അതിൽ പ്രവേശിച്ചു ജനങ്ങളെ എല്ലാവരും, തൻ്റെ പ്രജകളെ എല്ലാവരും അവിടെ പ്രവേശിപ്പിച്ചു രക്ഷിച്ചു. പിന്നെയോ പാരിജാതം എന്നുള്ള ഇതിൻ്റെ വൃക്ഷത്തിൻ്റെ തെയ്യ് സുധർമ്മയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ദ്വാരകയിലേക്ക് കൊണ്ടുവന്നു. സുധർമ്മ എന്നുള്ള സഭയെ തന്നെ ഇന്ദ്രൻ തനിക്ക് നൽകുകയും ചെയ്തിരുന്നു. ആ ദ്വാരകയിൽ രുക്മിണ്യാഹരണം യുദ്ധേ പ്രമത്യദ്വിഷദോഹരേ ഹരസ്യ ശൃംഭണം യുദ്ധേ ബാണസ്യ ഭുജകൃന്ദനം. ശത്രുക്കളെയൊക്കെ നശിപ്പിച്ചുകൊണ്ട് നിഷ്പ്രയാസം രുക്മിണിയെ അപഹരിച്ചു കൊണ്ടുവന്നത്. ബാണയുദ്ധത്തിൽ പരമേശ്വരനെ തന്നെ ജയിച്ചിട്ട് ആ ബാണന്റെ കൈകളെയൊക്കെ ഛേദിച്ചത്. പ്രാഗ്ജ്യോതിഷപതിം ഹത്വാ കന്യാനാം ഹരണം ചയൽ ചൈദ്യപൗണ്ഡ്രകശാൽവാനം ദന്തവക്ത്രസ്യ ദുർമദേ ശംബരോ ദ്വിവിധ പീഡോ മുര പഞ്ചജനാദയ മാഹാത്മ്യം ച വധസ്തേഷാം വാരാണസ്യാശ്ച ദാഹനം. ആ നരകാസുരനെ വധിച്ചിട്ട് അവൻ കാരാഗൃഹത്തിൽ അടച്ചു വെച്ചിരുന്ന അനവധി കന്യകമാരെയൊക്കെ മോചിപ്പിച്ചത്. അവരെല്ലാവരും ചൈദ്യ, ശിശുപാലൻ, പൗണ്ഡ്രകൻ, ശാൽവൻ, ദന്തവക്രങ്ങൾ ദുഷ്ടന്മാരെ ഒക്കെ വധിച്ചു. അതിനുശേഷം ശംബരൻ, ദ്വിവിധൻ, മുരൻ, പഞ്ചജനങ്ങളതിൽ അങ്ങനെയുള്ള അവരെയൊക്കെ വധിച്ചു. അവസാനം കാശി ഇതിൽ പൗണ്ഡ്രക വാസുദേവന്റെ ചങ്ങാതിയായുള്ള കാശിരാജാവിനെ വധിച്ച സമയത്ത് ആ കാശിയെ തന്നെ കത്തിയൊക്കെ ദഹനക്കണ്ടായി. ഭാരാവതരണം ഭൂമേർ നിമിത്തീകൃത്യ പാണ്ഡവൻ വിപ്രശാപാപദേശേന സംഹാരസ്വകുലസ്യ. അതിനുശേഷം ഭഗവാന്റെ അവതാര ഉദ്ദേശം എന്തായിരുന്നു? ഭൂമിയുടെ ഭാരം തീർക്കുക എന്നുള്ളത്. അതിന് പാണ്ഡവന്മാരെയും കൗരവന്മാരെയായിട്ടുള്ള യുദ്ധം നിമിത്തമാക്കിയിട്ട് അവരെല്ലാവരും ആ ഭൂമിയുടെ ഭാരം മുഴുവൻ തീർത്തു. പിന്നെയോ അതിനുശേഷം വിപ്രശാപം എന്നുള്ള ഒരു വ്യാജത്തെ കാരണത്താൽ എന്ത് ചെയ്തു? തന്റെ കുലത്തായിട്ട് യാദവ കുലത്തിനെ തന്നെ ഭഗവാൻ സംഹരിക്കുകയും ചെയ്തു. ഉദ്ധവസ്യ സംവാദോ വാസുദേവസ്യ അദ്ഭുത യത്ര ആത്മവിദ്യ അഖില പ്രോക്ത ധർമ്മവിനിർണയ. ആ സമയത്ത് തൻ്റെ അടുത്ത് വന്നുള്ള ഉദ്ധവനായിട്ട് ഉള്ള മഹത്തായുള്ള സംഭാഷണം അതിൽ വെച്ചിട്ട് എങ്ങനെയെന്ന് പറഞ്ഞാൽ എല്ലാ തത്വങ്ങളും വർണ്ണാശ്രമ ധർമ്മസ്വരൂപം എല്ലാം ഉദ്ധവന് പറഞ്ഞു കൊടുത്തു ഭഗവാൻ. തത്രോ മർത്യപരിത്യാഗ ആത്മയോഗ അനുഭാവത യുഗലക്ഷണവൃത്തിശ്ച കലോ നൃണം ഉപപ്ലവ. അതിനുശേഷം ഭഗവാന്റെ സ്വധാമഗമനം അത് ഇത്രയും അതിലെ ഏകാദശസ്കന്ധത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. ഇനി ദ്വാദശസ്കന്ധത്തിലെ വിഷയങ്ങളാണ് യുഗങ്ങളുടെ ലക്ഷണങ്ങൾ, അതുമാതിരി അതിനനുസരിച്ചുള്ള ജനങ്ങളുടെ വ്യാപാരം, ഇതൊക്കെ ഉണ്ടല്ലോ. ആ കലിയുഗത്തിലെ ജനങ്ങൾക്കുണ്ടാവുന്ന നാശം, ഇതൊക്കെ ദ്വാദശത്തിൽ പറയുന്നുണ്ട്. ചതുർവിധശ്ച പ്രളയ ഉൽപ്പത്തി ത്രിവിധാത്തതാ ദേഹത്യാഗശ്ച രാജർഷേർ വിഷ്ണുരാധസ്യ ധീമതാ. അതിനുവിധം 4 തരത്തിലുള്ള പ്രളയങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട് ഈ ദ്വാദശ സ്കന്ധത്തിൽ. അതിനുശേഷം രാജർഷിയായി തീർന്നിട്ടുള്ള വിഷ്ണുരാധൻ, ഭഗവാനെ രക്ഷിക്കപ്പെട്ട പരീക്ഷത്തിന്റെ ബുദ്ധിമാനായിട്ടുള്ള അതിൽ ഉറച്ച ബുദ്ധിയോടുകൂടിയുള്ള സ്ഥിതപ്രജ്ഞനായിട്ടുള്ള ആ പരീക്ഷത്തിന്റെ ദേഹത്യാഗം, അതും ദ്വാദശസ്കന്ധത്തിൽ പറയുന്നുണ്ട്. ശാഖാപ്രണയനം ഋഷേർ മാർക്കണ്ഡേയസ്യ സത്കഥ മഹാപുരുഷവിന്യാസ സൂര്യസ്യ ജഗദാത്മന ഇതി ചോക്തം ദ്വിജശ്രേഷ്ഠ യൽപൃഷ്ടോഹമിഹാസ്മിവ ലീലാവതാരകർമാണി കീർത്തിരാനീഹ സർവഥാ. അതിനുശേഷം വ്യാസമുനി ചെയ്തിട്ടുള്ള വേദങ്ങളുടെ വിഭജനം അതാണ് പറഞ്ഞത്. പിന്നെയോ സാക്ഷാൽ മാർക്കണ്ഡേയ മഹർഷിയുടെ സൽക്കഥ അത് പറയണ്ടായി.
പിന്നെയോ ലോകത്തിലെ എല്ലാവരുടെയും ആത്മാവായിട്ടുള്ള സൂര്യൻ്റെ വ്യൂഹവിന്യാസം മഹാപുരുഷ രൂപത്തിൽ ഭഗവാനെ എങ്ങനെയാണ് വിരാട് പുരുഷനായിട്ട് സങ്കല്പിച്ചുകൊണ്ട് പൂജ ചെയ്യേണ്ടത് അതെല്ലാം 12ാമത്തെ സ്കന്ധത്തിൽ വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നു. ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ ഇതിജോക്തം യൽ പൃഷ്ടോഹം, അങ്ങ് ഭവാന്മാർ ചോദിച്ചതിനകത്തുള്ള എല്ലാ ചോദ്യത്തിന് ഉത്തരങ്ങളായിട്ട് എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെ ലീലാവതാര കർമാണി കീർത്തിരാനീക സർവദാ, ആ ഭഗവാന്റെ ഓരോ അവതാരങ്ങൾ അതിനനുസരിച്ചുള്ള അതിലെ ലീലകൾ അതനുസരിച്ച് ചെയ്തുള്ള പ്രവൃത്തികൾ ഇതെല്ലാം ഈ ഭാഗവതത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ. ഇനിയോ ഇതിന്റെ മഹത്വം എന്താണ്? ഭഗവാന്റെ മഹത്വം പതിത സ്ഖലിതശ്ചാർത്ത ശ്രുത്വാവാവിവശോ ബ്രുവൻ ഹരയേ നമ ഇത്യുച്ചയേ സർവബാധകൾ. ആ പതിതനാവ്, എവിടെയെങ്കിലും ഒന്ന് വീഴ്, ഒന്ന് എരട്, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം കൊണ്ട് ആർത്തനാവ്, അല്ലെങ്കിൽ വിശപ്പ് വരെ, അല്ലെങ്കിൽ ദാഹം വരെ, അല്ലെങ്കിൽ ക്ഷുത്വാവാവി ഇങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് വളരെയധികം വിവശനായിക്കൊണ്ട് ഭഗവ ഹരേ നമാന്ന് ഉറക്കാര് വിളിക്കണോ അവൻ എല്ലാ പാതകങ്ങളിൽ നിന്നും മുക്തനായി തീരുന്നതാണ് ഭഗവാന്റെ നാമത്തിന്റെ മാഹാത്മ്യം. അതാണ് ഈ ഭാഗവത്തിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് എന്ന് പറയുകയാണ്. പതിത സ്ഖലിതശ്ചാർത്ത ക്ഷുത്വാവാവിവശോ ബ്രുവൻ ഹരേ നമ ഇത്യുച്ചൈർമുച്യതേ സർവബാധകാൽ. സങ്കീർത്യമാനോ ഭഗവാനനന്ദ സുഖാനുഭാവോ വ്യസനം ഹി പുംസം പ്രവിശ്യ ചിത്തം വിധിനോത്യശേഷം യഥാ തമോർക്കോ ഭ്രമിവാതിവാത. ഇങ്ങനെ ഈ ഇതിൽ കീർത്തിക്കപ്പെട്ടിരിക്കുന്ന ആ ഭഗവാൻ അനന്തനായിട്ടുള്ള ആ ഭഗവാനാണ്. ആ ഭഗവാൻ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വളരെയധികം ഭക്തിയോടുകൂടിയിട്ടുള്ള ആര് അദ്ദേഹത്തിനെ ആശ്രയിക്കണോ അങ്ങനെയുള്ള ഭഗവാൻ എന്ത് ചെയ്യും? പുംസാം ചിത്തം പ്രവിശ്യ, ആ ഭക്തന്മാരുടെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് അവരുടെ എല്ലാ അശേഷം വ്യസനം, അവരുടെ എല്ലാ വ്യസനങ്ങളെയും ഭഗവാൻ എങ്ങനെയാണ് വിധുനോതി, എല്ലാം ഇതിൽ തീരെ ഇല്ലാണ്ടേക്കുന്ന പറയണത്. ഏതുമാതിരി യഥാ തമോർക്കോ ഭ്രമിവാതിവാത, ഏതുമാതിരി സൂര്യൻ ഉദിച്ചു വന്നു കഴിഞ്ഞു വെച്ചാൽ ഇരുട്ട് അന്ധകാരം ഇല്ലാണ്ടാവും, അതുമാതിരി നല്ല കാറ്റ് അടിച്ചു കഴിഞ്ഞാൽ മേഘങ്ങളൊക്കെ ഇല്ലാണ്ടാവില്ലേ, അതുമാതിരി എല്ലാ സങ്കടങ്ങളും ആ ഭഗവാന്റെ നാമം ജപിച്ചു ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞു വെച്ചാൽ ഉള്ളിലിരുന്നു കൊണ്ട് ഭഗവാൻ അതൊക്കെ നശിപ്പിക്കുന്നു പറയുകയാണ്. ഗിരസ്ഥ ഹ്യസതീരസത്കഥ ന കഥ്യതേയൽ ഭഗവാൻ അധോക്ഷജ തദേവ സത്യം തതുഹൈവ മംഗളം തദേവ പുണ്യം ഭഗവൽ ഗുണോദയം. അതുകൊണ്ട് മഹർഷിമാരെ ഒരു കാര്യം മനസ്സിലായിക്കോളൂ, ഏതൊന്നുകളിൽ ആ സാക്ഷാൽ അധോക്ഷജനായിട്ടുള്ള ഭഗവാൻ എന്ന കഥ്യതയെ പറയപ്പെടുന്നില്ലയോ ആ വസ്തുക്കൾ, ആ കഥകളും ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെറും അസത്താണെന്ന് പറയുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാക്കുകളൊക്കെ എന്താണ് വ്യർത്ഥങ്ങളാണെന്ന് പറയാണ്. അതുകൊണ്ട് ഒരു ഫലവും കിട്ടുന്നില്ല, അതിലൊന്നും ഭ്രമിക്കുക, അതിൻ്റെ ഒന്നും പിന്നാലെ പോവുക അരുതെന്ന് പറയാണ്. കാരണം അത് മാത്രമേ സത്യമുള്ളൂ, അത് മാത്രമേ മംഗളമായിട്ടുള്ളൂ, അതുമാതിരി മാത്രമേ പുണ്യമായിട്ടുള്ളൂ. എല്ലാറ്റിലും ആ ഭഗവാന്റെ കഥകൾ പറഞ്ഞിട്ടുണ്ടോ, ആ ഭഗവൽ ഗുണോദയം, ഭഗവാന്റെ ഗുണങ്ങളെ പറഞ്ഞ് വാഴ്ത്തപ്പഴിച്ചിട്ടുള്ള ഇതില്ലേ ആ കൃതികൾ മാത്രമേ സത്യമായിട്ടുള്ളൂ, അത് മാത്രമേ കേൾക്കേണ്ടതായിട്ടുള്ളൂ എന്ന് പറയുകയാണ്. പിന്നെ അതിന്റെ മഹത്വം പറയുകയാണ്. തദേവരമ്യം രുചിരം നവം നവം തദേവ ശശ്വൻ മനസോ മഹോത്സവം തദേവ ശോകർണവശോഷണം നൃണം യദുത്തമ ശ്ലോക യശോനുഗീയതേ. ഏതിൽ ഉത്തമ ശ്ലോകനായിട്ടുള്ള ആ ഭഗവാന്റെ യശസ് ആ നിരന്തരം കീർത്തിക്കപ്പെടുന്നുണ്ടോ അത് മാത്രമാണ് മനുഷ്യന്മാർക്ക് എങ്ങനെയാണ് ശോകർണവശോഷണം, ദുഃഖമാകുന്ന സമുദ്രത്തെ നിശേഷം ശോഷിപ്പിക്കുന്നത് അതാണെന്ന് പറയുകയാണ്. മനസ്സിന് എപ്പോഴും നിരന്തരം സന്തോഷത്തെ നൽകുന്നതാണ്. പിന്നെയോ നവം നവം രുചിരം രമ്യം, ആ വായിക്കും തോറും വീണ്ടും വീണ്ടും ഇതിൽ പുതുമയോട് കൂടിയിട്ട് രുചിയെ ജനിപ്പിക്കുന്നതാണ് ഭഗവത് കഥകൾ എന്ന് പറയുകയാണ്. മനസ്സിനെ രമിപ്പിക്കുന്നതാണ്. നദവജ ചിത്രപദം ഹരേര്യശോ ജഗൽ പവിത്രം പ്രകൃണീത കൈജിൽ തദ്വാംക്ഷതീർത്ഥം നദു ഹംസസേവിതം യത്രാച്യുത തത്ര ഹി സാധവോ അമല. അതാണ് ആ
ഇത് പണ്ട് നാരദ മഹർഷി വ്യാസദേവ ഭഗവാനോടും പറഞ്ഞിട്ടുണ്ട്. വാക്ക് എങ്ങനെയാണ് എത്ര ചിത്രങ്ങളായിട്ടുള്ള പദങ്ങളോടുകൂടി വളരെ ശ്രേഷ്ഠമായിട്ടുള്ള നല്ല നല്ല വാക്കുകളൊക്കെ വെച്ചിട്ടുള്ള ഇതില്ലേ, അതിൽ എങ്ങനെയാണ് ജഗൽ പവിത്രം ഹരേരേശ കരിഹിന പ്രകൃണീത, എത്ര കേമായുള്ള കൃതി ആയിക്കോട്ടെ അതിൽ ലോകത്തിനെ മുഴുവൻ ശുദ്ധീകരിക്കുന്നതായിരിക്കുന്ന ആ ഭഗവാന്റെ യശസ് കീർത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലോ അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തദ്വാംശതീർത്ഥം, അത് കാക്ക കുളിക്കണ കടവിൽ വെള്ളല്ലേ കുളിത്തില്ലേ അത് മാതിരിയുള്ളത് പറയുകയാണ്. അതിൽ നദു ഹംസസേവിതം, അത് സത്തുക്കളായുള്ള ഹംസങ്ങളാൽ ഒരിക്കലും സേവിക്കപ്പെടുന്നില്ല എന്ന് പറയുകയാണ്. കാരണം എത്ര അച്യുത തത്ര ഹി അമലാ സാധവ, എവിടെ ഭഗവാന്റെ കഥ ഉണ്ടോ അവിടെയാണ് നിർമ്മലന്മാരായിട്ടുള്ള സാധുക്കൾ അവിടെ ഉണ്ടാവൂ എന്ന് പറയുകയാണ്. അതായത് ഭഗവാന്റെ കഥകൾ എത്രത്തോളം കീർത്തിക്കപ്പെടുന്നു അത് മാത്രമേ ശ്രേഷ്ഠമായിട്ടുള്ളൂ. അവിടെ അതായത് ഹംസങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹംസങ്ങൾക്ക് ഒരു ഗുണമുണ്ട്, പാലും വെള്ളം കൂടി ചേർത്ത് വെച്ചതിന് പാല് മാത്രം എടുക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതായത് വിവേകികളായിട്ടുള്ള ആ ജ്ഞാനം, പരിപൂർണ്ണ ജ്ഞാനം വന്ന സത്തുക്കളായിട്ടുള്ള ആൾക്കാർക്ക് അതിൻ്റെ മഹത്വം മനസ്സിലാവും, അവരവിടെ മാത്രമേ ഉണ്ടാവൂ എന്ന് പറയുകയാണ്. ഇനി അത് ഒന്നും കൂടി പറയണു. സവാഗ് വിസർഗോ ജനതാഗസംപ്ലവോ യസ്മിൻ പ്രതിശ്ലോകമവദ്ധാവത്യവി നാമന്യനന്ദസ്യ യശോഗീതാനിയൽ ശൃണ്വന്തി ഗായന്തി ഗണന്തി സാധവാ. ഇനി ആ ചില കൃതികളിൽ അബദ്ധവതി എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിക്കോട്ടെ, ഭാഷയൊന്നും നന്നാവില്ല, എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടായാൽ കൂടിയിട്ട് പ്രതിശ്ലോകം അനന്തൻ്റെ യശോങ്കി ഭഗവാന്റെ യശസ്സിനെ അടയാളപ്പെടുത്തിയിട്ടാണെന്ന് വിചാരിക്കുക, ഭഗവാന്റെ നാമങ്ങൾ ധാരാളമുണ്ടെന്ന് വിചാരിക്കുക. അതിനെ സാധവ സത്തുക്കളായിട്ടുള്ള ആൾക്കാർ അത് കേൾക്കും, അത് ഭക്തിയോടുകൂടി ഗാനം ചെയ്യും, അതിനെ ഇതിൽ ഗണന്തി അത് പറഞ്ഞു കൊടുക്കും മറ്റുള്ളവർക്ക്. ആ വാഗ്വൃത്തി ഉണ്ടല്ലോ, സവാഗ് വിസർഗ ജനതാഗ സംപ്ലവ, ആ വാക്കുകൾ ഉണ്ടല്ലോ ഇവർ പറയുന്നത് എല്ലാ ജനങ്ങളുടെ എല്ലാ പാപങ്ങളുടെ കൂട്ടങ്ങളെയും നശിപ്പിക്കുന്നതായിരിക്കുന്നു പറയുകയാണ്. അപ്പോൾ അതാണ് ഒരു കൃതിയുടെ മഹത്വം എന്തായിരിക്കണം. ഭഗവത് കഥകൾ പറഞ്ഞ് ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി ലോകങ്ങളുടെ ദുഃഖം ഇല്ലാണ്ടാക്കുന്ന രീതിയിലായിരിക്കണം കൃതികൾ. അല്ലെങ്കിൽ അതിനെ ആരും ശ്രദ്ധിക്കാൻ പോലും കാക്ക കുളിക്കണ കുളന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഉണ്ടാവൂ അത് എന്ന് പറയുകയാണ്. നൈഷ്കർമ്മ്യമപ്യച്യുതഭാവവർജിതം ന ശോഭതേ ജ്ഞാനമലം നിരഞ്ജനം കുതപ്പുന ശശ്വതഭദ്രമീശ്വരേ നഹ്യർപ്പിതം കർമ്മ യദപ്യനുത്തമം. ഇനിയും ഈ ജ്ഞാനമാർഗത്തിലായിക്കോട്ടെ വിഷയസമ്പത്തൊന്നുമില്ലാത്ത കൂടിയിട്ടുള്ള നൈഷ്കർമ്മ്യ ശുദ്ധമായ ബ്രഹ്മത്തെ പറ്റിയിട്ടുള്ള ജ്ഞാനാണെങ്കിൽ കൂടിയിട്ടുണ്ടല്ലോ, അച്യുതഭാവവർജിതം, അതിൽ അച്യുതൻ്റെ ഭക്തി ഇല്ല എന്നുണ്ടെങ്കിലോ അലന്ന ശോഭതയെ അത് അധികം ശോഭിക്കുന്നില്ല എന്ന് പറയുകയാണ്. പിന്നെയോ അങ്ങനെയാണ് വെച്ചാലോ അനുത്തമം അത്യന്തം ഉത്തമമാണെങ്കിൽ കൂടിയിട്ട് അതില്ലേ നിഷ്കാമ കർമ്മം ചെയ്യുന്ന പ്രവർത്തികളുണ്ടല്ലോ അത് ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് അഭദ്രമായിട്ടുള്ള എന്ന് പറയാണ്ടോ കുതപ്പുന പറയാണ്ടോ എന്ന് പറയുകയാണ്. അതായത് കർമ്മയോഗ ആയിക്കോട്ടെ ജ്ഞാനയോഗ ആയിക്കോട്ടെ അതിലൊക്കെ ആ ഭഗവത് ഭക്തിയുക്ത ആയാൽ മാത്രമേ അതൊക്കെ ശ്രേയസ്സിനായിട്ട് ഉപകരിക്കൂ. യശശ്രിയാമേവ പരിശ്രമപരോ വർണ്ണാശ്രമാചാരതവ ശ്രുതാദിഷു അവിസ്മൃതി ശ്രീധരപാദപത്മയോ ഗുണാനുവാദ ശ്രവണാദിബിർഹരേ. ഈ വർണ്ണത്തിനും ആശ്രമത്തിനും അനുസരിച്ചുള്ള ആചാരങ്ങൾ, അതുമാതിരി തപസ്, അതുമാതിരി വേദാധ്യയനം, ശാസ്ത്രാധ്യയനത്തിലുള്ള പല പരിശ്രമങ്ങൾ നമ്മൾ നടത്തുന്നുണ്ടല്ലോ, അതിൻ്റെയൊക്കെ പരായിട്ടുള്ള ഫലം എന്താണ്? യശസ് ഉണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും. ശരിയാണ്. പക്ഷേ ഗുണാനുവാദശ്രവ എന്നാലോ ആ ഭഗവാന്റെ കഥകൾ അങ്ങനെ കേൾക്കുക, അതിനെങ്ങനെ ഇതില്ലേ കേട്ടുകൊണ്ട് അതിനെ തന്നെ പാടി പോഴ്ത്തുക ചെയ്ത് കീർത്തനം ഒക്കെ ചെയ്താൽ എന്താണ് ഉണ്ടാവുക? ശ്രീധരപാദപത്മയോ അവിസ്മൃതി. സാക്ഷാൽ ഭഗവാൻ ഉണ്ടല്ലോ ആ ശ്രീധരൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എല്ലാ ഐശ്വര്യങ്ങളുടെയും അതിലെ നാഥനാണ് അദ്ദേഹം. അതായത് സാക്ഷാൽ ലക്ഷ്മി ഭഗവതിയുടെ ഭർത്താവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പാദാരവിന്ദങ്ങളിൽ സ്മരണം വിസ്മൃതി ഇല്ലാത്ത അവസ്ഥ, അതായത് എപ്പോഴും ഭഗവാനെ ഓർമ്മിച്ചുകൊണ്ടുള്ള അവസ്ഥ ഉണ്ടാവും. എങ്ങനെ? ഭഗവത് കഥകൾ കീർത്തനങ്ങളൊക്കെ ഉണ്ടായി കേൾക്കും പാടുക ചെയ്താന്ന് പറയുകയാണ്. അതാണ് രണ്ടിനും ഇതിൻ്റെ വ്യത്യാസം. അപ്പം എന്തുണ്ടാവും? ഈ അവിസ്മൃതി കൃഷ്ണപദാരവിന്ദയോ ക്ഷീണോത്യഭദ്രാണി സമം തനോതി ച സത്വസ്യ ശുദ്ധിം പരമാത്മഭക്തിം ജ്ഞാനം ച വിജ്ഞാനവിരാഗയുക്തം. വെറും തപസ്സും അതൊക്കെ ചെയ്യാണ്ട് ഈ ഭഗവത് പാദാരവിന്ദങ്ങളിൽ ഇങ്ങനെ ഉള്ള ഭക്തിയും അതുമാതിരി കീർത്തനങ്ങളും ശ്രവണം ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? അവിസ്മൃതി ഉറച്ചു വരും. ഭഗവാനിലുള്ള ആ സ്മൃതി നന്നായിട്ട് അങ്ങോട്ട് വരും.
ആ സമയത്ത് എന്തുണ്ടാവും? ആ ഭഗവാനിലെ ഭക്തി ഉറച്ചു കഴിഞ്ഞാലോ അത് എല്ലാ അഭദ്രങ്ങളും ക്ഷിണോതി, എല്ലാ അഭദ്രങ്ങളും ഇല്ലാണ്ടായി തീരും. ശമം തനോതിജ, മനസ്സിന് പരമമായിട്ടുള്ള ശാന്തി ഉണ്ടായി തീരും. പിന്നെയോ ആകെ അന്ധകരണത്തിനുള്ള അശുദ്ധി വരും. പിന്നെയോ പരമാത്മാവിൽ ഭക്തി ഉണ്ടാക്കി തരും. ആ ഭക്തി ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്ടാവും? വിരാഗയുക്തം, വൈരാഗ്യത്തോടും അനുഭവത്തോടു കൂടിയിട്ടുള്ള ആ ജ്ഞാനം കൂടി ഉറച്ചു കഴിയുന്നതാണ് ഭഗവാന്റെ ഭക്തി ഉണ്ടായി കഴിഞ്ഞാൽ. അതുകൊണ്ട് യൂയം ദ്വിജാഗ്രാഭൂരിഭാഗ യശ്വതാത്മന്യഖിലാത്മഭൂതം നാരായണം ദേവമദേവമീശം അജസ്രഭാവ ഭജതാവിവേശ്യ. ഈ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ നോക്കൂ. അതുകൊണ്ട് ഹേതുവായിട്ട് നിങ്ങളെല്ലാവരും വലിയ ഭാഗ്യം ചെയ്ത ആൾക്കാരാണെന്ന് പറയാണ്. കാരണം എങ്ങനെയാ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണ്? ആത്മനി അഖിലാത്മബോധം, എല്ലാവരുടെയും ആത്മാവായിരിക്കുന്ന ആ നാരായണ, ജഗത്തിന്റെ മുഴുവൻ കാരണമായിട്ടുള്ള നാരായണനിൽ എങ്ങനെയാണ് മറ്റ് ദേവന്മാരൊന്നും അല്ലാത്ത രീതിയിൽ ഭഗവാനെ തന്നെ അനന്യമായിട്ടുള്ള ഭക്തിയോട് കൂടിയിട്ട് നിരന്തര ഭക്തിയുള്ളവരായിട്ട് ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ട് ആ ഭഗവാനെ ഭജിക്കാനുള്ള തോന്നലുണ്ടായില്ലേ, അതെന്നെ വേണ്ടു, ഭഗവാനെ ഭജിച്ചോളൂ എന്ന് പറയുകയാണ്. അവിവേശ്യ, ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ഭഗവാനെ തന്നെ ഭജിക്കൂ, വേറൊന്നും വേണ്ടാന്ന് പറയുകയാണ്. അതാണ് ഈ ഭാഗവതത്തിന്റെ തത്വം. ഇത് ഞാൻ എവിടുന്നാ പഠിച്ചത്? അഹം ച സംസ്മാരിത ആത്മതത്വം ശ്രുതം പുരാമേ പരമർഷിവ പ്രായോപവേശേ നൃപതേ പരീക്ഷിതം സദസി ഋഷീണം മഹതാം ച ശൃണ്വതം. ഈ മഹത്തായിട്ടുള്ള ഈ ആത്മതത്വം ഉണ്ടല്ലോ, ഞാൻ അതിലെ മഹർഷി വക്താൽ എങ്ങനെയാണ് പരീക്ഷിത് രാജാവിൻ്റെ പ്രായോപവേശ സമയത്തിൽ ആ സദസ്സിൽ വെച്ചിട്ട് ആ മഹാന്മാരായുള്ള ഋഷികളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പരമ ഋഷിയുടെ മുഖത്തിൽ നിന്നാണ്, ശ്രീ ശുഖബ്രഹ്മർഷിയുടെ ആ മുഖാരവിന്ദത്തിൽ നിന്നാണ് ഞാനിത് കേട്ടത് എന്ന് പറയുകയാണ്. അതാണ് ഞാൻ ഇപ്പോൾ ഭവാന്മാർക്ക് പറഞ്ഞു തന്നത്. ഏതദ്വ കഥിതം വിപ്രാ കഥനീയോരു കർമ്മണ മാഹാത്മ്യം വാസുദേവസ്യ സർവാശുഭവിനാശനം. അതായത് കഥനീയോരു കഥിക്കാൻ യോഗ്യങ്ങളായിട്ടുള്ള മഹത്തായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള സാക്ഷാൽ വാസുദേവന്റെ എല്ലാ അശുഭങ്ങളെയും നിശേഷം നശിപ്പിക്കുന്നതായിട്ടുള്ള മാഹാത്മ്യം ജാത ഭവന്മാർക്ക് എന്നാൽ പറയപ്പെട്ടു. ഏവം ശ്രാവയേൽ നിത്യം യാമം ക്ഷണമനന്യധി ശ്രദ്ധാവാൻ യോനു ശൃണുയൽ പുനാത്യാത്മാനമേവസ. ആര് യാതൊന്നിലും അന്യത്തിൽ ഒരു ബുദ്ധി ഇല്ലാണ്ട് എങ്ങനെ വേറെ ഒന്നിലും ശ്രദ്ധിക്കാണ്ട് ഏകാഗ്രമായിട്ട് ശ്രദ്ധയോട് കൂടിയിട്ട് ഒരു ദിവസം തോറും ഒരു യാമോ ഒരു നിമിഷമോ മാത്രം മതി. ആരിത് ശ്രാവയേൽ, ആര് കേൾപ്പിക്കുകയോ അല്ലെങ്കിൽ കേൾക്ക് അദ്ദേഹം ആത്മാനം ഏവ പുനാതി, അദ്ദേഹം തൻ്റെ ആത്മാവിനെ ശുദ്ധീകരിക്കുമെന്ന് പറയുകയാണ്. പിന്നെയോ ഭാഗവതത്തിന്റെ ഓരോ മഹത്വങ്ങൾ പറയുകയാണ്. ദ്വാദശ്യാം ഏകാദശ്യാം വാ ശൃണ്വൻ ആയുഷ്യവൻ ഭവേൻ പടത്യനസ്നൻ പ്രയത തതോ ഭവത്യപാദയീ. ദ്വാദശി ദിവസമോ ഏകാദശി ദിവസമൊക്കെ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ദീർഘായുസ് ഉണ്ടാവും. ആഹാരം കഴിക്കുന്നതിന് മുമ്പേ ഭക്തിപൂർവ്വം കേൾക്കുകയാണെന്ന് വെച്ചാലോ എല്ലാ പാപങ്ങളിൽ നിന്നും നിർമുക്തനായിട്ട് ഭവിക്കും. ഇങ്ങനെ കേൾപ്പാനും കേൾപ്പിക്കാനും അതില്ലേ സ്വതേ തന്നെ എപ്പോൾ വേണമെച്ചാൽ അതിനുള്ള ചില വിശേഷ ദിവസങ്ങളെ പറ്റി പറഞ്ഞു മാത്രമേ ഉള്ളൂ. പുഷ്കരേ മധുരായം ച ദ്വാരവത്യം യഥാത്മവൻ ഉപോക്ഷ്യ സംഹിതാമേദം പഠിത്വാമുച്ചരേ ഭയൽ. അതുമാതിരി പുഷ്കരം എന്നുള്ള ആ പുണ്യതീർത്ഥത്തിൽ അവിടെ ചെന്ന് വായിക്കുക. അതുമാതിരി മധുര, ദ്വാരക അങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളിലൊക്കെ ചെന്നിട്ട് ഏകാഗ്രത മനസ്സോട് കൂടിയിട്ട് ഉപവാസം ചെയ്തുകൊണ്ട് ആര് ഈ സംഹിതയെ പഠിക്കണോ അവർക്ക് സംസാരഭയത്തിൽ നിന്ന് ആ മോചനം ലഭിക്കും. ആദ്യം നേരത്തെ കാലവിശേഷം പറഞ്ഞു, അതുമാതിരി ദേശവിശേഷം, ഇതൊക്കെ ഇതില്ലേ, ഇതൊക്കെ ആ ഫലത്തിന് കൂടുതൽ ശക്തി തരും. ആ സ്ഥലത്തിനും കാലത്തിനൊക്കെ അനുസരിച്ച് എന്നേ പറയുള്ളൂ. ദേവതാ മുനയ സിദ്ധ പിതരോ മനവോ നൃപ യച്ഛന്തികാമൻഗണത ശൃണ്ണതോ യസ്യ കീർത്തനാൽ. ഈ ഭഗവത് കഥകൾ അങ്ങനെ കീർത്തിച്ചുകൊണ്ടും കേൾക്കൊണ്ടും മാത്രം തന്നെ എത്ര ഇതില്ലേ ദേവന്മാര് മഹർഷിമാര് സിദ്ധന്മാര് പിതൃക്കള് രാജാക്കന്മാര് അവർക്കൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ അവരുടെ എല്ലാവരും അവരുടെ ഫലങ്ങളൊക്കെ ലഭിച്ച് കിട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണ്. അതൊക്കെ ഈ ഭാഗവത പാരായണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഋചോ യജുംഷി സാമാനി ദ്വിജോധിത്യാനുവിന്ദതേ മധുകുല്യാ ഘൃതകുല്യാ പയക്കുല്യാശ്ചതൽഫലം. ബ്രാഹ്മണര്
അതുമാതിരി ഋക്കുകൾ, അതുമാതിരി യജുസ്സുകൾ, സാമങ്ങൾ, ഇങ്ങനെ മന്ത്രങ്ങളൊക്കെ അധ്യയനം ചെയ്ത് പ്രാപിച്ചിട്ടുള്ള ഫലങ്ങളുണ്ടല്ലോ. മധുകുല്യ, ഘൃതകുല്യ, പയക്കുല്യ എന്നൊക്കെ പറഞ്ഞുള്ള പല ഫലങ്ങളുണ്ട്. ഇതെല്ലാം ഭാഗവത പാരായണ ശ്രവണം കൊണ്ട് നിഷ്പ്രയാസം ലഭിക്കുമെന്ന് പറയുകയാണ്. തേന്, നെയ്യ്, പാല് മുതലായിട്ടുള്ള സാധനങ്ങൾ ഒഴുകുന്ന നദികളാണ് ഈ മധുകുല്യാദി ശബ്ദങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള നദികളൊക്കെ ഒഴുകുന്ന സ്വർഗം കിട്ടുന്നതാണ് ഈ വേദാധ്യയനം കൊണ്ടുള്ള ഫലശ്രുതിയായിട്ട് ബ്രാഹ്മണന്മാർ പറയണത്. അതെല്ലാം ഭാഗവതം പഠനം കൊണ്ട് മാത്രം ലഭിക്കും. ഭാഗവതവും വേദവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നാണ് ഇവിടെ പറയണത്. പുരാണ സംഹിതം ഏതം അധിക്യ പ്രേതോദ്വിജ പ്രോക്തം ഭഗവതായത്തു തത്പദം പരമം വ്രജേൽ. ഈ പുരാണ സംഹിതയായിട്ടുള്ള ഈ ഭാഗവതത്തിനെ ഭക്തിപൂർവം അധ്യയനം ചെയ്യുന്ന ആൾക്കാർ, ആ ബ്രാഹ്മണൻ ആ ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ടിട്ടുള്ള ആ പരമമായിട്ടുള്ള പദം ഉണ്ടല്ലോ, അതിനെ തന്നെ പ്രാപിക്കും. വിപ്രോധിത്യാപ്നുയാൽ പ്രജ്ഞം രാജന്യോദധി മേഖലം വൈശ്യോ നിധിപതിത്വാം ച ശൂദ്ര ശുദ്ധേതപാതകൾ. ഇനി ഓരോ വർണ്ണങ്ങളുടേതായിട്ട് പറയുകയാണ്. ബ്രാഹ്മണൻ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഹ്മണന് ആ പരിപൂർണ്ണ യഥാർത്ഥത്തിലുള്ള ജ്ഞാനം ലഭിക്കും ഭാഗവതം പഠിച്ചാൽ. രാജാവിനോ കുതതി മേഖലം, അതായത് തൻ്റെ സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഭൂമിയെ തൻ്റെ കീഴിൽ വരുത്താൻ പറ്റും. അതുമാതിരി വൈശ്യനാണെച്ചാലോ ധാരാളം സമ്പത്തുകളുടെ അധിപതിയായിട്ട് പ്രാപിക്കാൻ കഴിയും. ശൂദ്രനാണെച്ചാലോ എല്ലാ പാപത്തിൽ നിന്നും മോക്ഷം ലഭിക്കാൻ കഴിയും. ഇങ്ങനെയൊക്കെ ഓരോ വർണ്ണങ്ങൾക്കും അതിൻ്റെയൊക്കെ ഫലമുണ്ട് എന്ന് പറയുകയാണ്. കലിമല സംഹതി കാലനോഖിലേശോ ഹരിരിതരത്ര നഗീയദേഹ്യഭീക്ഷണം ഇഹതു പുനർഭഗവാൻ അശേഷമൂർത്തി പരിപടിതോനുപദം കഥാപ്രസംഗൈ. ഇനി ഈ ഭാഗവത ശാസ്ത്രത്തിന് മറ്റുള്ള പുരാണങ്ങളിൽ നിന്നുള്ള കൂടുതലുള്ള മഹത്വം എന്താണെന്ന് പറയണത്? കലിമല സംഹതി കാലന അഖിലേശനായിട്ടുള്ള എല്ലാവരുടെയും നാഥനായിട്ടുള്ള ഈ കലികാലത്തിൻ്റെ ആ മാലിന്യങ്ങളുടെ കൂട്ടത്തെ മുഴുവൻ നശിപ്പിക്കുന്നവനായിട്ടുള്ള അഖിലേശനായിട്ടുള്ള ഹരി ഇതരത്ര നഗീയദേഹ മറ്റുള്ള പുരാണങ്ങളിൽ ഇത്ര വിസ്തരിച്ചുകൊണ്ട് കീർത്തിക്കപ്പെടുന്നില്ല എന്ന് പറയുകയാണ്. എന്നാൽ ഇഹത്തു ഈ ഭാഗവതത്തിൽ ഭഗവാൻ അശേഷമൂർത്തി എല്ലാതിൻ്റെ അഖില സ്വരൂപനായിട്ടുള്ള ഭഗവാൻ ഈ ഭാഗവതത്തിൽ പരിപഠിത വിശേഷമായി കീർത്തിപ്പെടുത്തപ്പെടുന്നത്. എങ്ങനെ? അനുപദം, ഓരോ പദത്തിലും ഭഗവാന്റെ മഹാത്മ്യമാണ് അവിടെ വിസ്തരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ഭാഗവതത്തിൻ്റെ മഹത്വം മറ്റുള്ള പുരാണങ്ങളെക്കാൾ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തമഹമജമനന്തമാത്മതത്വം ജഗതുദയസ്ഥിതി സംയമാത്മചക്രിം ദ്വിപദിഭിർ അജശക്രശങ്കരാദ്യൈർ ദുരവസിതസ്തവമച്യുതം നതോസ്മി തം അഹം ഇല്ല. അതുകൊണ്ട് ആ അഹം നത അസ്മി ആ അദ്വൈതത്തിനെ നമസ്കരിക്കുന്നു. ആരെ? അജം, അനന്തം, അജനായിട്ടുള്ള ഒരിക്കലും ജന്മം ഉണ്ടായിട്ടില്ലാത്ത അനന്തനായിട്ടുള്ള അവസാനം ഇല്ലാത്തതായിട്ടുള്ള ആത്മതത്വസ്വരൂപനായിട്ടുള്ള, പിന്നെയോ ജഗത് ഉദയസ്ഥിതി സംയമ ആത്മശക്തി, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരത്തിലും എല്ലാത്തിനും കാരണമായിരിക്കുന്നതായിട്ടുള്ള ആ ഭഗവാൻ, ഈ ആത്മശക്തി ആയിരിക്കുന്ന ആ ഭഗവാൻ എങ്ങനെയാണ്? ദ്വിപദിബിർ അജൻ ബ്രഹ്മാവ്, അതുമാതിരി ഇന്ദ്രൻ, പരമേശ്വരൻ തുടങ്ങിയിട്ടുള്ള ദേവന്മാർക്ക് ആർക്കും ദുരവസിതം സ്തവം, അവർക്ക് ആർക്കും അറിയപ്പെടാതിരിക്കുന്ന മഹത്വത്തോടു കൂടിയായിട്ടുള്ള ആ ഭഗവാൻ, ആത്മതത്വ സ്വരൂപനായിട്ടുള്ള അച്യുതനായിട്ടുള്ള ഭഗവാനെ ഞാനിതാ നമസ്കരിക്കണോ എന്നാണ് സൂതം പറയണത്. പിന്നെയോ ഭഗവാന്റെ വീണ്ടും മഹത്വം പറയുകയാണ്. ഉപശിത നവശക്രിഭി സ്വാത്മന്യുപരചിത സ്ഥിരജംഗമാലയായ ഭഗവത ഉപലബ്ധി മാത്രധാംനി സുരഋഷഭായ നമ സനാതനായ. ആ സുരഋഷഭായ ഭഗവതി അങ്ങയ്ക്ക് നമസ്കാരം. ഭഗവാനായിട്ടുള്ള ദേവന്മാരുടെ മുഴുവൻ അതിദേവദേവേശ്വരനായിട്ടുള്ള ഭഗവാനെ അങ്ങയ്ക്ക് നമസ്കാരം. നമസ്കാരം എന്നാ പറയണത്. എങ്ങനെയാണ്? എന്താണ് ഭഗവാന്റെ മഹത്വം? ഉപജിത നവശക്രിഭി, ആ തൻ്റെ തന്നെയായിട്ടുള്ള ആ 9 ശക്തികളെ കൊണ്ട് തൻസോ ആത്മനി ഉപരചിത, തന്നെ ആത്മാവിൽ തന്നെ ആ സ്വരൂപത്തിൽ തന്നെ എന്ത് ചെയ്യണു? ഈ സ്ഥിരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സ്ഥിരങ്ങളും ജംഗമങ്ങളും ആയിട്ടുള്ള, അതാ സ്ഥാവരങ്ങളും അതുമാതിരി ജംഗമങ്ങളും എല്ലാ വസ്തുക്കളിലും ഭഗവാൻ തന്നെ സൃഷ്ടിച്ചത് ആരാണ്? ആ ഭഗവാൻ തന്നെയാണ്. എങ്ങനെ? തൻ്റെ നവശക്തിഭി. ആ നവശക്തികൾ എന്താണ്? ആ പ്രകൃതി, പുരുഷൻ, അഹങ്കാരം, അതുമാതിരി മഹത്വത്വം, പിന്നെ പഞ്ചതന്മാത്രകൾ, അതിൽ സ്പരിശം, രൂപം, ശബ്ദം, ഗന്ധം, രസം, ഇങ്ങനെയുള്ള 5 തന്മാത്രകൾ, ഇതെല്ലാം ഈ 9 ശക്തികളെ കൊണ്ട് തന്നിൽ തന്നെ ഭഗവാൻ ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുകയാണെന്ന് പറയുകയാണ്. പിന്നെയോ ഉപലബ്ധി മാത്രതാംനെ, ഇതെങ്ങനെ? ഈ ഭഗവാൻ എന്താണ്? ആ യഥാർത്ഥത്തിലെ സ്വരൂപം ജ്ഞാനസ്വരൂപം മാത്രമാണ്. ആ ജ്ഞാനത്തിൽ നിന്ന് പ്രപഞ്ചം അല്ലാണ്ടായി അവസാനം നിലനിന്ന ഭഗവാന്റെ തന്നെ ലയിച്ചു വെച്ചാലും ഭഗവാൻ ഇതിൻ്റെ
എല്ലാം ഇതായിട്ട് ജ്ഞാനസ്വരൂപനായിട്ട് അങ്ങനെ വർത്തിക്കാനുള്ള ഭഗവാന് നമസ്കാരം എന്നാണ് പറയണത്. സ്വസുഖ നിവൃതചേത ത്വദ്വ്യജസ്ഥാന്യഭാവോപ്യജിത രുചിരലീലാകൃഷ്ടസാര തദീയം വ്യതനുത കൃപയായ തത്വദീപം പുരാണം തമഖിലവൃജിനഘ്നം വ്യാസസൂനും നതോസ്മി. അതിനുശേഷം തൻ്റെ ഗുരുവായിട്ടുള്ള വ്യാസപുത്രനായിട്ടുള്ള ശ്രീശുബ്രഹ്മർഷി ഒന്ന് നമസ്കരിക്കുകയാണ്. എങ്ങനെയാണ്? സ്വസുഖ നിഭൃതചേത. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാരാമനായിട്ട് അതിലങ്ങനെ മുഴുകിയിട്ടുള്ള ചേതസ്സോട് കൂടിയിട്ടുള്ള ആ ഭഗവാൻ അതിലെ ശ്രീശുബ്രഹ്മർഷി തദ്വിധസ്ഥ അന്യഭാവ അഭി, അതിൽ നിരസിക്കപ്പെട്ടുള്ള മറ്റുള്ള വിചാരങ്ങളൊന്നും ഇല്ലാണ്ട് അജിത രുചിരലീലാകൃഷ്ടസാര, അതായത് ആത്മാരാമനായിട്ട് പ്രപഞ്ചത്തിൽ ഒരു വസ്തുക്കളിലും ആഗ്രഹം ഉണ്ടായിരുന്നില്ല എങ്കിൽ കൂടിയിട്ട് ആ ഭഗവാന്റെ രുചിരങ്ങളായിട്ടുള്ള ലീലാകഥകളിൽ ഭ്രമിച്ചിട്ട് എന്ത് ചെയ്തു? ആകർഷിക്കപ്പെട്ടിട്ട് ആ ധൈര്യത്തോട് തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്തു? കൃപയ, അത് മുഴുവൻ മനസ്സിലാക്കിയിട്ട് കൃപയാ അഖില വൃജിനഘ്നം. ആ ഭഗവാന്റെ കഥകളിൽ എന്താണ് മഹത്വം? അഖിലൻ എല്ലാവരുടെയും ദുഃഖങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നതാണ്. ആ കഥകളെ മുഴുവൻ മനസ്സിലാക്കിയിട്ട് അത് ജ്ഞാനസ്വരൂപമാണ്, പരമാർത്ഥത്തെ പ്രകാശിപ്പിക്കുന്ന തത്വദീപം തദീയം പുരാണം. അങ്ങനെ ഭഗവത് കഥകളുടെ കൂടെ യഥാർത്ഥ തത്വത്തിനെ പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള ഈ ഭാഗവത പുരാണത്തിനെ ആര് നിർമ്മിച്ചുവോ, ആരെനിക്ക് പറഞ്ഞു തന്നുവോ, ആ ശ്രീശുഖബ്രഹ്മർഷി ഞാനിതാ നമിക്കണോ എന്നാണ് സൂതൻ അവസാനം പറയണത്. നമുക്ക് നമിക്കാം. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇനി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദ്വാദശസ്കന്ധേ ആശ്രയ നിരൂപണേ അനുക്രമ നിരൂപണം നാമ ദ്വാദശോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.